ഹലോ, അങ്ങനെ ഇതാ ഇന്ന് നോമ്പ് 3 ആയിട്ടോ. അപ്പോൾ ഇന്ന് സ്വീറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നും നമ്മൾ എരിവുള്ള തന്നെയാണല്ലോ ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ ഇന്ന് ഫ്രൂട്ട് സാലഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമുക്ക് കസ്റ്റാർഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 2-3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം പാലൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുക. നന്നായി ഇളകി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറുകി വരും. പിന്നെ നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തായി നമ്മൾ പത്തിരിൻ്റെ പണിയാണ് നോക്കുന്നത്. ഇന്ന് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിയൊക്കെ അവിടെ കുഴച്ച് വെച്ചതിന് ശേഷം നമ്മൾ മീൻകറിക്കുള്ളത് റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് നമ്മൾ ചിക്കനും ബീഫൊന്നുമില്ല, ഇന്ന് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം നമ്മൾ ബീഫും ചിക്കനൊക്കെ ആയിരുന്നില്ല, അപ്പോൾ ചെറിയൊരു മടുപ്പ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻകറി ഉണ്ടാക്കുകയാണ്. അയലയാണ് നമുക്ക് കിട്ടിയുള്ളത്. അപ്പോൾ മാങ്ങ കിട്ടിയിട്ട് നല്ല നാടൻ മീൻകറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളിന്നൊരു പുഴുക്കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പയും കായും കൂടി ഇട്ടിട്ടുള്ളതാണ്. നമ്മൾ ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള കറിയേനും. ഇപ്പോൾ പോയതിനു ശേഷം തന്നെ നമ്മൾ അങ്ങനെ അത് ഉണ്ടാക്കില്ല. കപ്പൊക്കെ ഇങ്ങനെ പുഴുങ്ങുന്നല്ലാതെ കറി വെക്കൽ ചുരുക്കമാണ്. പിന്നെ ഇന്ന് സ്നാക്സിന് വേണ്ടിയിട്ട് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ മേലെ ചീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് മൊസറല്ല ചീസും. പിന്നെ ഞാൻ ഇതിൽ കാണിക്കാത്തത് ഉപ്പുപൊടിയാണ് കേട്ടോ. കുറച്ചൊരു ഉപ്പുപൊടിയും കൂടി വിതറി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടാവും. ഞാനത് ചേർത്തിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ മിസ്സായി പോയതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. ഒരു 175 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആണ് വെച്ചുള്ളത്. അപ്പോൾ അതവിടെ റെഡി ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഫ്രൂട്ട് സാലഡിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കസ്റ്റാർഡ് റെഡിയാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. മുന്തിരിൻ്റെ 2 വെറൈറ്റി, പഴം, ആപ്പിൾ, അതേപോലെ കുറച്ച് കസ്കസ് കുതിർത്തതും സാബൂനരി വേവിച്ചത്, നമ്മൾ ഉണങ്ങലരി എന്ന് പറയൂലേ, ആ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഒരുവിധ ഐറ്റമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം, അതേപോലെ ജ്യൂസ് ഉണ്ടാക്കണം. നമുക്ക് മീനിന്ന് പപ്പടമുള്ള എന്നാണ് ഇങ്ങോട്ടേക്ക് പറയുക. ഇതിന് ആനച്ചവിട്ടി എന്ന് പറയും. വേറെ എങ്ങോട്ടെങ്കിലും വേറെ എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജ്യൂസ് റെഡിയാക്കി. അപ്പോൾ ജ്യൂസൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് നല്ല പഴം കൊണ്ട് തന്നിട്ടുണ്ട്. ഇതെന്താ വെണ്ണീർപ്പൂവൻ എന്നങ്ങാൻ പറയുന്നൊരു പഴമാണ്. പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈമായി നമ്മൾ ടേബിളിലെല്ലാം കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് എന്തായാലും ഉണ്ടാവണം കേട്ടോ. അപ്പം ഇനി നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.